നമസ്കാരം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. റാഞ്ചിയിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇഡി 36 ലക്ഷം രൂപയും BMW SUV-യും ചില രേഖകളും പിടിച്ചെടുത്തിരുന്നു. മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സോറനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ വൈകുന്നേരം നടന്ന ഭരണകക്ഷി MLA-മാരുടെ യോഗത്തിലാണ് സോറൻ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിനായി സോറന്റെ ദില്ലിയിലെ വസതിയിൽ എത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തിയിരുന്നില്ല. 24 മണിക്കൂറായി മുഖ്യമന്ത്രിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് ഇഡി അറിയിച്ചതോടെ സോറനെ കാണാതായതായി BJP പരിഹസിച്ചിരുന്നു. എന്നാൽ ഇതിനിടെ ചൊവ്വാഴ്ച റാഞ്ചിയിലെ വസതിയിൽ നിന്നും ഗവർണർ CP രാധാകൃഷ്ണന്റെ ഔദ്യോഗിക വസതിയിലേക്ക് സോറനെത്തി. 24 മണിക്കൂറായുള്ള അസാന്നിധ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്നായിരുന്നു ഹേമന്ത് സോറന്റെ മറുപടി. സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് ഡയറക്ടറും റാഞ്ചി ഡെപ്യൂട്ടി കമ്മീഷണറുമായ 2011 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ ചെവി രഞ്ജൻ ഉൾപ്പെടെ 14 പേരെ കേസിൽ ഇഡി ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടാവും ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷനാകുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച പാർട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമമായ NDTV ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർക്കാർ തുടരേണ്ടത് അനിവാര്യമായതിനാൽ MLA-മാർ സോറിന്റെ തീരുമാനത്തെ അംഗീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കോൺഗ്രസിന്റേതുൾപ്പെടെ സഖ്യത്തിലെ എല്ലാ MLA-മാരും സോറിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ആരോഗ്യമന്ത്രി ബന്ന ഗുപ്ത വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നിരുന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ കൽപ്പനയ്ക്ക് നിയമപരമായ ചില തടസ്സങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം നിയമസഭയുടെ കാലാവധി 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താനാകില്ല. അതുകൊണ്ട് തന്നെ MLA ആകുക എന്നത് കൽപ്പനയ്ക്ക് മുന്നിലെ ഒരു വെല്ലുവിളി തന്നെയാണ്. ഈ വർഷം നവംബറിലാണ് ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്ന തരത്തിലുള്ള സൂചനകളുമുണ്ട്. എന്തായാലും മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൽപ്പന സോറൻ യഥാർത്ഥത്തിൽ ആരാണ്? ഒഡീഷയിലെ മയൂർഭഞ്ച് സ്വദേശിയായ കൽപ്പന 2006 ഫെബ്രുവരി 7-നാണ് ഹേമന്ത് സോറനെ വിവാഹം കഴിച്ചത്. 1976-ൽ റാഞ്ചിയിലാണ് ജനനം. എഞ്ചിനീയറിംഗ് ബിരുദവും തുടർന്ന് MBA-യും സ്വന്തമാക്കിയിട്ടുണ്ട്. കൽപ്പന സ്വന്തമായി ഒരു സ്കൂൾ നടത്തുന്നുണ്ട് എന്നും ഏകദേശം 5 കോടി രൂപ വിലമതിക്കുന്ന വാണിജ്യ കെട്ടിടങ്ങൾ അവർക്ക് സ്വന്തമായി ഉണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനു പുറമെ ജൈവ കൃഷിയുമുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണ പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് കൽപ്പന സോറൻ. രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത കൽപ്പന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അഴിമതിയുടെ നിറകുടമായ ലാലു പ്രസാദ് യാദവിനെ ഓർക്കാതെ വയ്യ. അഴിമതി കേസിൽ ജയിലിൽ കിടന്ന കാലത്ത് അടുക്കള തോട്ടത്തിൽ നിന്ന ഭാര്യയെ പിടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ ആളാണ് അദ്ദേഹം. ലാലു മക്കളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയതെങ്കിൽ സോറൻ സഹോദരൻ ബസന്തിനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായാലും അധികാരം നഷ്ടപ്പെടുത്താൻ വയ്യ. മക്കളും ഭാര്യയും മരുമക്കളും ഒക്കെയായി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ പോയതുകൊണ്ടാണല്ലോ രാജ്യത്തെ മുത്തശ്ശി പാർട്ടി ഇപ്പോൾ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും നടന്ന് തെയ്യുന്നത്.